പാർക്കിൽ നിന്ന് കരയുകയാണ് ദീപ. ജയലാൽ ചോദിക്കുകയാണ്, എന്തിനാ കരയുന്നത്? ഇതൊക്കെ തന്നെയാണ് തന്നെ പോലുള്ള പെൺകുട്ടികളുടെ കുഴപ്പം. ഇതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങാത്തത്. ജയലാൽ പറയുകയാണ്, ഒരിക്കലും പാടില്ല, ഇതുകൊണ്ട് തന്നെ പുറത്തിറങ്ങണം. താൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് ദീപ പറയുമ്പോൾ ജയലാൽ പറയുകയാണ്, ആ വിശ്വാസം തനിക്കുണ്ടെങ്കിൽ ഈ സമൂഹത്തെ ഭയക്കേണ്ട കാര്യം ഇല്ല. എവിടെയും ഇവന്മാരെ പോലെയുള്ള സാമൂഹ്യ വിരുദ്ധർ ഉണ്ട്. നല്ലത് കണ്ടാലും അതിനെയൊക്കെ മോശമായേ ചിത്രീകരിക്കൂ. അവിടെ പിടിച്ചു നിൽക്കുന്ന ആണിനും പെണ്ണിനും മാത്രമേ ജീവിക്കാൻ പറ്റൂ. നമുക്ക് പോകാമെന്ന് സങ്കടത്തോടുകൂടി ദീപ പറയുകയാണ്. ജയലാൽ പറയുന്നു, നമ്മൾ ഇപ്പോൾ പോകുന്നില്ല, കുറച്ചു കഴിഞ്ഞേ പോകുന്നുള്ളൂ. അവന്മാരുടെ മുന്നിൽ കൂടെ തന്നെ നമ്മൾ നടക്കും. ചിരിക്കുന്നവർ ചിരിക്കട്ടെ, എത്ര നേരം ചിരിക്കുമെന്ന് നമുക്ക് നോക്കാമല്ലോ. തന്റെ അനിയത്തിയുടെ അത്രയും തന്റെ ഇടം കാണിച്ചില്ലെങ്കിലും അതിൽ കുറച്ചെങ്കിലും വേണ്ടേ ദീപേ? വാ നടക്കെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് അവർ. ദീപ വീട്ടിനകത്തിരുന്ന് മുഷിയുകയാണെന്ന് ഡോക്ടറിനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദീപയോട് ഞാൻ വരാൻ പറഞ്ഞത്. പിന്നെ കൂടുതൽ പരിചയപ്പെടാനും കഴിയുമല്ലോ. ഇവന്മാർ ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്ന് കരുതി അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ തന്നോടുള്ള ഇഷ്ടം എനിക്ക് കൂടുകയാണ് ചെയ്തത്, അല്ലാതെ കുറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ താൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അതെനിക്ക് നിരാശയാകും. പിന്നീട് കാണിക്കുന്നത് ജഗനെയും ദിയയുമാണ്. ജഗൻ പറയുകയാണ്, ദിയയുടെ അമ്മയുടെ ഏറ്റവും വലിയ വേദനയായിരുന്നല്ലോ ദിയയുടെ ചേച്ചി. അതിനിപ്പോൾ ഒരു പരിഹാരം ആയില്ലേ? ദിയ പറയുകയാണ്, ഒരു ഭാഗത്ത് ചിലർ നമ്മളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് നമ്മളെ സഹായിക്കുന്ന മറ്റു ചിലരെ അയക്കുകയാണ്. ജഗൻ പറയുകയാണ്, ഈ പറയുന്ന ജയലാലിനെ എനിക്കൊന്ന് പരിചയപ്പെടണമെന്നുണ്ട്. അത്തരം ആണുങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടടോ. നെല്ലും പതിരും വേർതിരിച്ചെടുത്ത് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ. അങ്ങനെ ഒരാളെ ഞാനും പരിചയപ്പെട്ടു കഴിഞ്ഞു. പക്ഷേ അയാൾ ഗുണ്ടയായി പോയി എന്ന് മാത്രം. ജഗൻ ചോദിക്കുകയാണ്, പിന്നെ ഞാൻ പള്ളിയിലച്ഛൻ ആകണമായിരുന്നോ? അച്ഛനും അമ്മയും അതിമൃഗീയമായി കൊല ചെയ്യപ്പെടുന്നത് കൺമുന്നിൽ കണ്ടിട്ട് ഞാൻ പിന്നെ സെമിനാരിയിലേക്ക് പോകണമായിരുന്നോ? അവിടെ എന്റെ മനസ്സ് പറഞ്ഞത് കൊല ചെയ്തവനൊക്കെ സെമിത്തേരിയിലേക്ക് പോകണം എന്നാണ്. അത് ഭംഗിയായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്തു. ദിയ ചോദിക്കുകയാണ്, എവിടെയാ താമസമൊക്കെ? അങ്ങനെയൊന്നും ഇല്ല. സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരുന്ന കുറച്ച് കൂട്ടുകാരുണ്ട്. ചിലപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ തങ്ങും. പിന്നെ ഇവിടെ അടുത്തൊരു കോളനിയുണ്ട്, അവിടെയാണ് താമസം. അച്ഛനും അമ്മയും മരിച്ചതിൽ പിന്നെ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു. കാത്തിരിക്കാൻ ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റാരും ഇല്ല. ഗുണ്ട എന്ന് പേരെടുത്ത ഒരാൾക്ക് അയാളെ ഓർത്ത് കരയാൻ അധികം ആളുകൾ ഇല്ലാത്തതാണ് നല്ലത്. ദിയ ചോദിക്കുകയാണ്, അതുകൊണ്ട് ഒറ്റയാനായിട്ട് നടക്കുകയാണ് അല്ലേ? ഒരിക്കലും ഒരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടില്ലേ? എനിക്ക് ഒരുപാട് കൂട്ടുകാർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പ്രത്യേകിച്ചൊരു കൂട്ട്? ചിരിച്ചുകൊണ്ട് ദിയ പറയുകയാണ്, ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ജഗൻ പറയുകയാണ്, മനസ്സിലായി മനസ്സിലായി. തൽക്കാലം അതിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ഇനിയിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടിയിട്ട് ആ ബന്ധത്തിൽ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിയുമ്പോഴായിരിക്കും എന്റെ അച്ഛന്റെ അനുഭവം എനിക്കും ഉണ്ടാകുന്നത്. ആൺകുഞ്ഞാണെങ്കിൽ അവന്റെ മുന്നിലിട്ട് എന്നെ വെട്ടിയെറിഞ്ഞാൽ അവൻ പിന്നെ ഈ തൊഴിൽ തന്നെ സ്വീകരിക്കും. അതുകൊണ്ട് കിടക്കാനൊരു കൂര മതി, മുകളിലൊരു കുടുംബം വേണ്ട. ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് ദീപ. പൊയ്ക്കോളൂ, സൂക്ഷിച്ചൊക്കെ പോണം. തല്ലുകൊണ്ട സദാനന്ദ ആൾക്കാർ എന്നെ മാത്രമല്ല ദിയയെയും നോട്ടമിട്ടിട്ടുണ്ടാകും. ഇനി എനിക്കൊരുത്തനെയും പേടിയില്ല. പോട്ടെ എന്നും പറഞ്ഞു പോവുകയാണ് ദിയ. പിന്നീട് ദീപയുടെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തുകയാണ് ജയലാൽ. ജയലാൽ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കിട്ടിയോ? ദീപ ചോദിക്കുകയാണ്, വീട്ടിൽ കയറുന്നില്ലേ? ഇല്ല, ദീപയ്ക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു. ഇനി എനിക്ക് ഷോറൂമിലെത്തിയേ പറ്റൂ. അമ്മ വീട്ടിലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പൊയ്ക്കൂടെ? അമ്മയോട് എന്റെ അന്വേഷണം പറഞ്ഞേക്ക്, ഇടയ്ക്ക് വരാമെന്നും പറയ. ഇന്ന് നടന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ശരിക്കും ദീപയ്ക്ക് വേണ്ടി പ്രതികരിച്ചത് ഞാനാണ്. അത് പാടില്ല. ആണുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് അടിയിലും വഴക്കിലുമൊക്കെ അവസാനിക്കും. എന്നാൽ ഒരാൾ ഇങ്ങോട്ട് കയറി മുട്ടാൻ വരുമ്പോൾ പെൺകുട്ടികൾ പ്രതികരിച്ചാൽ കാഴ്ചക്കാർ അവൾക്കൊപ്പമേ നിൽക്കൂ. അത് മനസ്സിലാക്കിയിട്ട് കുറച്ചുകൂടി പ്രതികരണ ശേഷി ഉണ്ടാക്കാൻ ശ്രമിക്കണം. എല്ലാം സമ്മതിക്കുകയാണ് ദീപ. എന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ പോട്ടെ? പറഞ്ഞതൊക്കെ മനസ്സിൽ വെച്ച് പൊയ്ക്കോ. അതിനുശേഷം ഡോർ തുറന്നിറങ്ങി ടാറ്റ പറയുകയാണ് ജയലാലിന് ദീപ. എന്നിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഷോൾ ഡോറിൽ കുരുങ്ങുകയാണ്. അത് കണ്ട് ഗ്ലാസ് താഴ്ത്തി ജയലാൽ ചോദിക്കുകയാണ്, പോകാൻ മനസ്സില്ല അല്ലേ? എനിക്കൊപ്പം പോരുന്നോ? ചിരിച്ചുകൊണ്ട് ദീപ പറയുകയാണ്, ഇപ്പോഴേ വേണ്ട. ശരിയെന്ന് പറഞ്ഞ് ഡോർ തുറന്ന് ഷോൾ എടുക്കുകയാണ് ദീപ. പിന്നീട് വീട്ടിലേക്ക് കയറുകയാണ് ദീപ. ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, മോള് വന്നോ? ലാലേട്ടൻ ഇവിടെ ഇറക്കിയിട്ടാണ് പോയത്. ഇങ്ങോട്ട് കയറാൻ പറയാത്തതെന്താ? പറഞ്ഞു, എന്നിട്ട് കയറിയില്ല. മോളുടെ മുഖത്തെന്താ നല്ല സന്തോഷം ഉണ്ടല്ലോ. മോളുടെ ഭയമൊക്കെ മാറിയോ?
അങ്ങനെ കുഴപ്പക്കാരനൊന്നും അല്ലമ്മേ, വളരെ നല്ല സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നതെല്ലാം അറിഞ്ഞിട്ടും എല്ലാം ജയലാൽ പോസിറ്റീവായിട്ട് എടുത്തത്. ഏതായാലും അമ്മയ്ക്ക് സമാധാനമായി. എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു പയ്യനെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതേ ഇല്ല. മോൾക്കറിയോ, സാധാരണ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ന്യൂനത ഉണ്ടെങ്കിൽ നല്ല കുടുംബത്തിലെ അച്ഛനമ്മമാർ അത് മറച്ചു വെക്കാതെ കാണാൻ വരുന്ന പയ്യന്മാരോട് തുറന്നു പറയും. അത് കേട്ടിട്ട് അവർ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാലോ, പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാർ മടുക്കും. ഇവിടെ തന്നെ ആദ്യം ഒരു കൂട്ടര് വന്നിട്ട് മോൾക്ക് വില പറഞ്ഞപ്പോൾ ഇനി ആരും പെണ്ണ് കാണാൻ വരണ്ടാന്ന് മോള് തറപ്പിച്ചു പറഞ്ഞതല്ലേ. അങ്ങനെ വരുമ്പോൾ പെൺകുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വച്ചിട്ട് കല്യാണം നടത്താൻ വീട്ടുകാർ നിർബന്ധിതരാകും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, ഗതികേടെന്ന് തന്നെ പറയണം. അമ്മയെ കൊണ്ട് ഒരിക്കലും അതിന് കഴിയില്ല. ഇവിടെ ഏതായാലും പയ്യനെല്ലാം അറിഞ്ഞല്ലോ. ഇന്ന് വരെയുള്ള മോളുടെ ജീവിതം ജയലാലിനോട് പറഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഇനി ഒരാശങ്കയുടെയും കാര്യം ഇല്ല. ദീപ പറയുകയാണ്, ലാലേട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ ഏതു നേരവും വീട്ടിനകത്ത് കഥകടച്ചിരിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞു. എന്നെ മനഃപൂർവ്വം പുറത്തു കൊണ്ടുപോയതാണ്. സത്യത്തിൽ എനിക്കിപ്പോ എന്തൊരു കോൺഫിഡൻസ് വന്നതുപോലെ തോന്നുകയാണ്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ തരുന്ന ധൈര്യമുണ്ടല്ലോ, അത് ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സ് മാറ്റും. ദീപ പറയുകയാണ്, അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. നമ്മൾ പാർക്കിൽ കൂടി നടന്നപ്പോൾ ഒന്ന് രണ്ട് പിള്ളേരെന്നെ തിരിച്ചറിഞ്ഞു. ഫോട്ടോസൊക്കെ കണ്ടവരാണ്. അവര് പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ഒരുത്തന്റെ ഷർട്ടിലങ്ങ് പിടിച്ചു. എന്നിട്ട് അവന് എന്ത് മറുപടിയാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുകയും ചെയ്തു. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അവിടെ ജയലാലല്ല പ്രതികരിക്കേണ്ടത്, മോളാണ്. കാലിൽ ചെരുപ്പ് കിടക്കുകയല്ലേ, കരണത്തൊന്ന് കൊടുക്കണം. ഏതായാലും ജയലാൽ വേണ്ട സമയത്ത് ചെയ്തല്ലോ. ദീപ പറയുകയാണ്, പിന്നീട് അവന്മാരുടെ മുന്നിലൂടെ എന്നെ ധൈര്യപൂർവ്വം നടത്തിച്ചു. സന്തോഷിച്ചു ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഇപ്പോൾ അമ്മയ്ക്ക് കുറെ കൂടി ആശ്വാസമായി. നമ്മുടെ കുടുംബത്തിന് പറ്റിയ ഒരാളെയാണ് ദൈവം നമുക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്. ഇനി പേടിക്കാനൊന്നും ഇല്ല മോളെ. ആരെന്ത് കള്ളക്കഥകൾ ഉണ്ടാക്കിയാലും നടന്നതും നടക്കാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഈ ബന്ധം മുടക്കാൻ നോക്കിയാലും ജയലാല് മോളെ വേണ്ടാന്ന് വയ്ക്കില്ല. മോൾക്കുണ്ടായ വേദനയ്ക്കുള്ള പരിഹാരമാണ് ആ പയ്യൻ. അതുകൊണ്ട് ഇനി പുറത്തേക്കൊക്കെ വിളിച്ചാലും മോള് നോ പറയണ്ട. അതുപോലെ തന്നെ ഇടയ്ക്ക് നീയും അങ്ങോട്ടത്തേക്ക് ഫോൺ ചെയ്യണം. വിവാഹം ഉടനെ നടത്തേണ്ടി വരും. അതുകൊണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നായി അടുക്കണം. പിന്നീട് കാണിക്കുന്നത് ജയലാലിന്റെ വീടാണ്. അവിടേക്ക് എത്തുകയാണ് ജയലാലിന്റെ അനിയത്തിയും ഭർത്താവും. അനിയത്തി പറയുകയാണ്, അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, പെണ്ണ് കാണാൻ പോയപ്പോൾ ചേട്ടന് പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന്. നല്ല പെൺകുട്ടിയാണ്, തിരക്കേടില്ലാത്ത കുടുംബവും. അനിയത്തിയുടെ ഭർത്താവ് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള കുടുംബക്കാര് പെൺകൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമോ അളയാ? അനിയത്തി ചോദിക്കുകയാണ്, അമ്മയുടെ കാര്യമൊക്കെ അവരോട് പറഞ്ഞായിരുന്നോ? ജയലാൽ ചോദിക്കുകയാണ്, അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ അമ്മയുടെ കാര്യം പറയണോ? എന്നാലും അമ്മായിയമ്മയെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കണ്ടേ അളിയ? ഏട്ടനെ ഇഷ്ടപ്പെട്ടാലും ശരി, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം നടക്കില്ല. ജയലാൽ ചോദിക്കുകയാണ്, ഒത്തിരി തന്റേടിയായ പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എത്ര ദിവസം അവൾ പിടിച്ചു നിൽക്കും? ഏറിയാൽ 2-3 ആഴ്ച. അതിനുള്ളിൽ അവൾ അമ്മായിയുടെ കയ്യിൽ നിന്നും തല്ലു വാങ്ങിച്ചു പോകും. പിന്നെ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കുമായിരിക്കും. അനിയത്തി പറയുകയാണ്, അമ്മ പരോളിൽ ഇറങ്ങിയിട്ട് എന്തായാലും കല്യാണം നടത്താൻ പറ്റൂ. അമ്മയ്ക്കുടനെ പരോളെന്നാണ് കേട്ടത്. എങ്കിൽ ആ സമയത്ത് കല്യാണം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അളിയന് പറ്റിയ പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടുവച്ചിട്ടാണ് വന്നത്. അന്നേരം ജയലാൽ പറയുകയാണ്, നിങ്ങൾ കണ്ടുവച്ച പെൺകുട്ടികളെ ഞാൻ വന്ന് കണ്ടതാണല്ലോ. നിങ്ങളല്ല, ഞാൻ കെട്ടുന്ന പെൺകുട്ടിക്കൊപ്പം ജീവിക്കേണ്ടത് ഞാനാണ്. ദീപ നല്ല പെൺകുട്ടിയാണ്. അളിയൻ ചോദിക്കുകയാണ്, ദീപ എന്നാണോ പെൺകൊച്ചിന്റെ പേര്? അനിയത്തി ചോദിക്കുകയാണ്, ദീപം പോലെ കത്തുമോ? ജയലാൽ പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല. എന്റെ കാഴ്ചയിൽ അത് നല്ല കുട്ടിയാണ്. അടക്കവും ഒതുക്കവുമുള്ള ശാന്ത സ്വഭാവക്കാരിയായ ഒരു പെൺകുട്ടി. അളിയൻ പറയുകയാണ്, ആദ്യ കാഴ്ചയിൽ അങ്ങനെയൊക്കെ തോന്നും, പിന്നല്ലേ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. എന്തായാലും ഞാനും ഹേമയും കൂടി പോയി ആ പെൺകൊച്ചിനെ ഒന്ന് കാണാം. ഹേമ പറയുകയാണ്, അയ്യോ ഞാനില്ല. അന്നേരം അളിയൻ ചോദിക്കുകയാണ്, സ്വന്തം ആങ്ങളെ കെട്ടാൻ പോകുന്ന പെൺകൊച്ചിനെ നിനക്കൊന്ന് കാണണ്ടേ? അമ്മ കാണുന്നതിന് മുമ്പ് ഞാൻ കാണില്ല പ്രേമേ. ജയലാൽ പറയുകയാണ്, പല പെൺകുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ആരെയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കല്യാണം നടക്കണേ എന്നാണ് പ്രാർത്ഥന. ജയലാൽ പോയ ശേഷം ഹേമ പറയുകയാണ്, ഒരാളെ ജഡ്ജ് ചെയ്യാനുള്ള കഴിവ് ഏട്ടനുണ്ട്. ഇത് കേട്ട് അളിയൻ പറയുകയാണ്, പെട്ടെന്നൊരാള് ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ വന്നാൽ അളിയനെ കൊണ്ടുള്ള സഹായം അങ്ങ് നിൽക്കും എന്ന് കരുതി ഏട്ടനോട് പെണ്ണ് കെട്ടണ്ട. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അത് പറഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം കെട്ട് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. ചുറ്റുമൊക്കെ നോക്കിയിട്ട് പ്രേമൻ പറയുകയാണ്, അല്ല, നമ്മുടെ കുക്കിനെ എവിടെയെങ്ങും കാണുന്നില്ലല്ലോ. നമ്മുടെ അമ്മായി അച്ഛനെ അടുക്കളയിലെങ്ങാനും കാണും.
പിന്നീട് കാണിക്കുന്നത് വീടിന്റെ ടെറസിലിരുന്ന് മദ്യപിക്കുന്ന വിജയകുമാറിനെയാണ്. അവിടേക്ക് വരികയാണ് ഭാഗ്യലക്ഷ്മി. വിജയകുമാർ ചോദിക്കുകയാണ്, എന്താ വഴക്കുണ്ടാക്കാൻ വന്നതാണോ? അല്ല, നമ്മുടെ മോളുടെ കാര്യം പറയാൻ വന്നതാണ്. വളരെ നല്ല പയ്യനാണ് ജയലാൽ. ഡോക്ടർ ഇക്ബാലാണ് ഈ ബന്ധം കൊണ്ടുവന്നത്. അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല. വിജയകുമാർ പറയുകയാണ്, അവരുടെ അച്ഛൻ ഒരു ബന്ധം കൊണ്ടുവന്നാലേ പേടിക്കാനുള്ളൂ. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, അതിന് തർക്കമൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു ഗുണമുണ്ട്. മക്കളുടെ ഭാവിയെ പറ്റി ചിന്തിക്കാത്ത ഒരച്ഛനായതുകൊണ്ട് അങ്ങനെ ഒരു ബന്ധം കൊണ്ടുവരും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. നീ എന്തിനാടി ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അത് പറ. വീടിന്റെ ലോണൊക്കെ തീരാറായി. അതൊന്ന് പുതുക്കി വെക്കണം നല്ലൊരു എമൗണ്ടിന്. മോളുടെ കല്യാണം നടത്താൻ അതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. വിജയകുമാർ പറയുകയാണ്, ജോലി പോയ വില്ലേജ് ഓഫീസർക്ക് വീട് പണയം വെച്ച് മോളുടെ കല്യാണം നടത്തണം. ദേഷ്യപ്പെട്ട് ഭാഗ്യലക്ഷ്മി പറയുകയാണ്, കുടുംബനാഥൻ വീട് നോക്കിയില്ലെങ്കിൽ അതല്ല അതിനപ്പുറവും ചെയ്യേണ്ടി വരും. ശരി, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ രണ്ടുപേരുടെയും പേരിലാണ് വീട്. അതുകൊണ്ട് ബാങ്കിൽ എനിക്കൊപ്പം വരണം. മനസ്സിലായി. സൈൻ ചെയ്യേണ്ടിടത്തൊക്കെ ഞാൻ വരയ്ക്കണമെന്ന്. വരാം. പക്ഷേ കടബാധ്യതകൾ കൂടുമ്പോൾ അത് തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരരുത്. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, വീടും പറമ്പുമൊക്കെ നമ്മൾ രണ്ടുപേരുടെയും പേരിലാണെങ്കിലും ഈ വീട് വച്ചതിന്റെ ബാധ്യത ഇന്നേ വരെ തീർത്തുകൊണ്ടിരുന്നത് ഞാൻ തനിച്ചാണ്. വിജയകുമാർ പറയുകയാണ്, ഇനിയും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടുന്ന പണമെല്ലാം നിങ്ങൾ ഇതെവിടെയാണ് പൂഴ്ത്തിവെക്കുന്നത്? ഇഷ്ടം പോലെ അനാവശ്യമായിട്ട് ചിലവാക്കുന്നുണ്ട് എന്നറിയാം. പക്ഷെ കുറച്ചെങ്കിലും ബാങ്ക് ബാലൻസ് വേണ്ടേ? എന്റെ ബാങ്ക് ബാലൻസ് എനിക്ക് ജീവിക്കാനുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാം. മക്കളോട് കുട്ടിക്കാലം മുതൽ അച്ഛനെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർക്കെല്ലാം എന്നോട് നല്ല വെറുപ്പാണ്. എന്റെ വാർദ്ധക്യം അതിദയനീയമായിരിക്കുമെന്ന് എനിക്കൊരു ചിന്തയുണ്ട്. എന്ന് വെച്ചാൽ മക്കൾ നോക്കാത്ത വാർദ്ധക്യമായിരിക്കും അഡ്വക്കേറ്റ് വിജയകുമാറിന്റേത്. ഇത് ഞാൻ മാത്രമല്ല, എന്നെ അറിയാവുന്ന മുഴുവൻ ആളുകളും പറയുന്ന സത്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്നെ നോക്കാൻ ആളുകൾ വേണം. അങ്ങനെ നോക്കാൻ എന്റെ അടുത്ത് ആളുകൾ നിൽക്കണമെങ്കിൽ എന്റെ അടുത്ത് അത്യാവശ്യം ബാങ്ക് ബാലൻസ് വേണം. ഭാഗ്യലക്ഷ്മി പറയുകയാണ്, ഒരു അച്ഛനും അമ്മയും മക്കളുടെ ഭാവിയേക്കാൾ സ്വന്തം വാർദ്ധക്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ എനിക്ക് ചിന്തിച്ചേ പറ്റൂ. എന്റെ മൂത്ത മോൻ ചിലപ്പോൾ അവശനായി കിടക്കുന്ന എന്നെ നോക്കിയാലായി. അവനൊരു ഡോക്ടറാണല്ലോ. അത് പക്ഷേ അവൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ കാലത്ത് വിഡ്ഢികളാകുന്ന അച്ഛനമ്മമാരാണ് കൂടുതൽ. മക്കളെയൊക്കെ ഇങ്ങനെ കൈവെള്ളയിലിട്ടുകൊണ്ട് നടക്കും. അവരൊക്കെ ഒരു പരുവത്തിലെത്തി കഴിയുമ്പോൾ അവർ ഈ കൈവെള്ള എടുത്ത് തിരിച്ചൊടിക്കും. ഒടിച്ചു ഞെരിച്ച് വളയ്ക്കും. അങ്ങനെ ഒടിയാനും വളയാനും എനിക്കൊരു താല്പര്യവും ഇല്ല. ഭാഗ്യലക്ഷ്മി പറയാണ്, ആയിക്കോ, നാളെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടത്തണം. ആ ബന്ധം വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. വിജയകുമാർ ചോദിക്കാണ്, അതൊക്കെ പോട്ടെ, ഈ ചെറുക്കന് എന്താ പണിയെന്നാ പറഞ്ഞത്? ഒരു ഷെയർ മാർക്കറ്റിംഗ് സ്ഥാപനം നടത്തുന്നുണ്ട്. വിജയകുമാർ ചോദിക്കുകയാണ്, ഈ ഷെയർ മാർക്കറ്റിംഗ് സ്ഥാപനം എന്ന് പറഞ്ഞാൽ കാശ് കണ്ടമാനം കളഞ്ഞു കാണും. മാർക്കറ്റൊക്കെ കുത്തനെ ഇടിയുന്ന സമയമല്ലേ? അത് നികത്താനായിരിക്കും ഇപ്പോൾ ഈ കല്യാണം നടത്തുന്നത് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കല്യാണം കഴിയുമ്പോൾ താനെ തോന്നിക്കോളും. ശരി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. നാളെ ബാങ്കിൽ പോകുമ്പോൾ എനിക്കൊപ്പം വരണം. വിജയകുമാർ ചോദിക്കുകയാണ്, ആട്ടെ, ഈ എൻഗേജ്മെന്റ് ഒന്നും നടത്തുന്നില്ലേ? ഇല്ലെന്ന് ഭാഗ്യലക്ഷ്മി പറയുമ്പോൾ വിജയകുമാർ ചോദിക്കുകയാണ്, എങ്ങനെ നടത്താനാ അല്ലേ? ആള് കൂടുമ്പോൾ പയ്യന്റെ വീട്ടുകാരൊക്കെ കാര്യം അറിയില്ലേ? പയ്യനെല്ലാം അറിഞ്ഞൂന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡോക്ടർ ഇക്ബാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പയ്യനൊരു പ്രശ്നവും ഇല്ല. എന്നാ പിന്നെ എനിക്കും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ ബാങ്കിൽ വരാം. ഒപ്പിടേണ്ടടുത്തൊക്കെ ഒപ്പിടാം. ഇനി അതിന്റെ പേരിൽ മോളുടെ കല്യാണം നടക്കാതിരിക്കേണ്ട. എന്താന്ന് ചോദിക്കുമ്പോൾ ശരിയെന്നും പറഞ്ഞു പോവുകയാണ് ഭാഗ്യലക്ഷ്മി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.